കോട്ടയത്തേക്ക് പോയാൽ അവിടെ പായിപ്പാട് എമറാൾഡ് ഹോട്ടലിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ബൈക്കിലെത്തിയ ദേശീയ പണിമുടക്ക് സമരാനുകൂലികളാണ് അതിക്രമം നടത്തിയതെന്നാണ് ഹോട്ടൽ ഉടമ ശ്രീകുമാർ ആരോപിക്കുന്നത്. ഹോട്ടലിന്റെയും ബാറിന്റെയും മുൻവാതിൽ തകർത്ത സംഘം ജീവനക്കാരെ മർദ്ദിക്കുകയും ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു. അത് CCTV ദൃശ്യങ്ങൾ കാണാം. അഖിലാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. അഖിൽ, സമരാനുകൂലികൾക്ക് വേണമെങ്കിൽ ഈ ഹോട്ടൽ അടപ്പിക്കാം, അല്ലെങ്കിൽ അവരോട് സംസാരിച്ച് അതിൽ അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാം, കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. പക്ഷേ അതിക്രമം നടത്തുകയാണ് ചെയ്തിരിക്കുന്നത്. മുൻവാതിൽ അപ്പാടെ അടിച്ചു തകർത്തത് കാണാം. മാത്രമല്ല ഇതിനകത്ത് കയറിയും ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. തീർച്ചയായും വിനീത, ഏതൊരു ബൈക്കിലെത്തിയ 3 പേരാണ് ഇത്തരത്തിൽ ഈ അതിക്രമം കാണിച്ചിരിക്കുന്നത്. ഈ ഹോട്ടലിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഈ ബാറിന്റെ ഒരു വാതിലുണ്ട്, അതിന്റെ ചില്ല് അടിച്ചു പൊളിക്കുന്നു. അതിനുശേഷം ഉള്ളിലേക്ക് കടന്ന് അവിടെയുള്ള ജീവനക്കാരെ മർദ്ദിക്കുകയും ഒപ്പം അതിനുള്ളിലുള്ള സാധനങ്ങളൊക്കെ തട്ടിപ്പൊട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 5 ലക്ഷം രൂപയോട് അടുത്ത് വരുന്ന നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഉടമയായ ശ്രീകുമാർ പറയുന്നത്. ഈ സംഭവത്തിൽ എന്തായാലും തൃക്കൊടിത്താനം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ പോലീസ് ഇത്തരത്തിൽ മറ്റെന്തെങ്കിലും വിഷയമാണ് അല്ലെങ്കിൽ സമാന അനുകൂലികൾ തന്നെയാണോ എന്നൊരു സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ കൈവശം ഒരു കൊടിയുണ്ട്, നമുക്ക് കാണാം. ആ കൊടി കൊണ്ട് വന്നിട്ട് ആ ഒരു മുൻവശത്തെ ചില്ലൊക്കെ അടിച്ചു പൊളിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ അത് ഇത്തരത്തിൽ ഈ ഒരു സമരത്തെ മറ്റു രീതിയിൽ ഉപയോഗിച്ചതാണോ എന്ന സംശയമാണ് പോലീസ് പ്രകടിപ്പിക്കുന്നത്. തന്നെയാണ് കാരണം ഈ സമരത്തിന്റെ മറവിൽ നടന്ന മറ്റെന്തെങ്കിലും പകപോക്കലാണോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അഖിലാണ് വിശദാംശങ്ങൾ നൽകിയത്.